ഒരു സന്തോഷ വാർത്തയുണ്ട്. ചക്കയ്ക്ക് മെയ് 4-ാം തീയതി ഒരു രുചി. സോ ഭയങ്കര ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും അമിത പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. എന്തോ എന്റെ മനസ്സ് വരുന്നു, എനിക്ക് ഈ ജോലി. പിന്നെ അതേപോലെ തന്നെ ജനങ്ങൾക്കാണെങ്കിലും എല്ലാ രീതിയിലും അവരുടെ മടുപ്പ് നമ്മുടെ ഈ പ്രചരണത്തിൽ അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. തോറ്റ ആ സെക്കൻഡ് വെച്ച് ഞാൻ സ്ഥലം വിടുട്ടോ. എന്നെ അന്വേഷിച്ച് സമയം കളയാണ്ട് നീ മുങ്ങിക്കോ. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഓ മൈ ഗോഡ്. നിനക്ക് ഞാൻ വിഷമിക്കല്ലേ നീ. നീ പോയില്ലേ? രാവിലത്തെ ബെഡ് കോപ്പിയും കൂടി തന്നിട്ട് യാത്ര പറഞ്ഞ് പോകാൻ കരുതി നിന്നതാ. എന്നാ കോപ്പി അവിടെ വെച്ചിട്ട് പോ. പിന്നെ എന്നെ അറിയായിരിക്കും. ഇല്ല, ഞാൻ തോറ്റ MLA ആണ്. ജയിച്ച MLA തിരുവനന്തപുരത്തും അസംബ്ലിയിലേക്കായിട്ട് അലഞ്ഞിരിഞ്ഞു കിടക്കുക. അതുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. ആള് പൊങ്ങന, ആവശ്യത്തിനും അനാവശ്യത്തിനും ചുമ്മാ ബഹുമാനിക്ക. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരുടെ കൂടെ പോയിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊരാള് വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ. എനിക്ക് അവന്മാര് സാറിന് താങ്ങിയതുപോലെ തോന്നി. അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി കാണും. ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പൊ അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും എന്നെ മതി. എന്തോ നിനക്കൊക്കെ പ്രാന്താടാ, നിന്നൊക്കെ പുഴുങ്ങാടാവൻ. ഞാൻ സ്നേഹത്തോടു കൂടി ഓരോ സമയം പ്രചരണത്തിൽ ഓരോരുത്തരോടും പെരുമാറുന്നത് കൊണ്ട് അവരെനിക്ക് അത്രയും ആത്മവിശ്വാസം തരുന്നു. അവരെന്റെ ഒപ്പം നിൽക്കുന്നു. How deeply they are loving. ചക്കയുടെ ചിഹ്നത്തില് വോട്ട് തന്ന് വിജയിപ്പിക്കുക. ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് സ്നേഹം കിട്ടും. പിന്നെ പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രില്യന്റ് ആയതുകൊണ്ടാവാം. ഓരോ BJPയിലെയും 2020 പ്രവർത്തകര് എന്റെ കുടുംബാംഗങ്ങളെ പോലെ മാറിക്കഴിഞ്ഞു ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ. തിന്നു മുടിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുക. ഇയാളെ കൊണ്ടുനടക്കുന്ന എന്നെ ചെരിപ്പൂരി ചെവിക്കുറ്റിട്ട് അടിക്കണം. മോന്നായിട്ട് അന്നത്തെ ദിവസം അന്നം കിട്ടൂല. അവർക്ക് വിഷമാണ്. ഇനി 4 ദിവസമേ പ്രചരണത്തിനുള്ളൂ എന്നുള്ളതാണ് അവരുടെ വിഷമം. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. എല്ലാ കാര്യങ്ങളിലും കോർഡിനേഷനും ഒരു ലീഡർഷിപ്പ് റോൾ എനിക്ക് ചെറുതിലേ മുതലുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. എന്റെ അച്ഛൻ എപ്പോഴും തോളത്തട്ടിട്ട് പറയും, മന്ത്രിയാവുന്ന തോന്നണയുള്ള ചുമ്മാ എപ്പോഴും പറയുന്ന ഡയലോഗ്. ഒക്കെ രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്. അതെ അതെ, രാഷ്ട്രീയമാകുമ്പോഴല്ലേ ഇഷ്ടംപോലെ കാശ് പിരിക്കാൻ പറ്റത്തുള്ളൂ, ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. വികസനത്തിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് ഒക്കെ എടുക്കാം, 2 ഡയലോഗ് അടിക്കാന്ന് പറഞ്ഞു പോകുമ്പോ അവര് പറയണം, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്.